ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സമ്മർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെക്കോട്ടയിൽ തന്നെ കുറച്ച് അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും വർക്കും ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ എംബ്രോയ്ഡറീസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു നോക്കാം. ഇതെല്ലാം റെഡി ഫോർ സെയിലാണ്. നിങ്ങൾക്ക് ഏത് സാരിയാണ് താല്പര്യം എന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരും നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്, കോട്ടൺ സാരീസ് ആയിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂള് കോളേജസ് ഒക്കെ റീ ഓപ്പൺ സമയവുമായിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ പുതിയ പുതിയ സാരീസൊക്കെ ഉടുത്ത് ആദ്യത്തെ ദിവസം തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ സാരി ഒരു ബേബി പിങ്ക് ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ബ്ലൂ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡേസി ആണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ബ്രൈറ്റ് ബ്ലൂ അല്ല, എന്നാൽ ഒത്തിരി ലൈറ്റ് ബ്ലൂ അല്ല, ഒരു മീഡിയം സൈസ് ബ്ലൂവിൽ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേസി ആണ് ഒരു നീണ്ട ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു 7 inch പ്ലസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് നടുക്ക് അത് ആ ഫ്ലവേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ നടുക്ക് ഒരു കുഞ്ഞ് വൈറ്റ് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് എല്ലാം സ്റ്റെം സ്റ്റിച്ചും ഡേസി 3 strands ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നത്. നല്ല ഒരു ഫ്ലോറൽ ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് ഫുൾ ഡിസൈൻ ഇല്ല, ഒരു കുഞ്ഞു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യാവുന്ന രീതിയിൽ നിറച്ചും ഡിസൈനിങ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വിട്ടിട്ടല്ല അടുത്ത ഡിസൈൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഡിസൈൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പ്രൊജക്ഷൻ ഉണ്ടാകും. അതുപോലെ ബോട്ടം പ്ലീറ്റിൽ ഈ ഒരു ഡിസൈനിങ് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബോട്ടം പോർഷനിൽ വരുന്ന ഡിസൈനിങ്. ഇങ്ങനെയാണ് ബോട്ടം പോർഷനിൽ വരുന്ന സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ഈ ഒരു ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4 ഡിസൈനിങ് ആണ് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. മുന്താണിയിൽ ഒരെണ്ണം, ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈൻ, പിന്നെ കാലിൻ്റെ അവിടെ ഒരു ഡിസൈൻ. ഇങ്ങനെ 4 വലിയ ഡിസൈനും ഒരു കുഞ്ഞു ഡിസൈൻ റണ്ണിങ് പോർഷനിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇത് ബേബി പിങ്ക് ഷെയ്ഡിൽ ബ്ലൂ കോമ്പിനേഷനാണ് ആദ്യത്തെ സാരി. രണ്ടാമത്തെ സാരി ഒരു ഓഷ്യൻ ബ്ലൂ സാരിയാണ്, ചെക്കോട്ട. അതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് പിങ്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ത്രെഡിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ആ ത്രെഡ് അല്ല, 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞത്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇത് ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഡാർക്കർ ഷെയ്ഡ് പിങ്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല പെറ്റൽസിനും പല കളറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ലീവ്സ് ആണെങ്കിൽ സാറ്റിൻ സ്റ്റിച്ചാണ്, അതൊരു ഒലീവ് ഗ്രീനും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഡിസൈനാണ്. മുന്താണിയിൽ നിന്ന് ഷോൾഡർ വരെ വരുന്നിടത്ത് 3 ഡിസൈനിങ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് ഡിസൈനിങ് കൊടുത്തിരിക്കുകയാണ്. 4 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ 4 എണ്ണമാണ് വരുന്നത്. 4 എണ്ണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു കളർ ബ്ലൗസ് ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിങ്ക് ആയാലും കുഴപ്പമില്ല, ഈ ഡാർക്കർ ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല. ബ്ലൗസ് പീസ് ആ ഷെയ്ഡ് ഇട്ടാൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതിട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 എണ്ണം ഷോൾഡർ പ്ലീറ്റിൽ, ഒരെണ്ണം കാലിൻ്റെ അവിടെ സ്റ്റാൻഡിങ് പൊസിഷനിലും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 8 ഡിസൈനാണ് വരുന്നത്. 4 എണ്ണം ഷോൾഡർ പ്ലീറ്റിലും 3 എണ്ണം മുന്താണിയിൽ നിന്ന് ഷോൾഡർ പ്ലീറ്റ് വരെ ഫ്രണ്ടിൽ വരെ എടുത്ത് 3 ഡിസൈനും കാലിൻ്റെ അവിടെ ഒരെണ്ണം. അങ്ങനെ 8 ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ആദ്യത്തെ സാരിയുടെ റേറ്റും സെയിം ആണ്, 1750 ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്.
ഇനി മൂന്നാമത്തെ സാരി വരുന്നത് ഒരു ഡാർക്കർ ഷെയ്ഡ് പിങ്ക് ആണ്. നമ്മൾ ആദ്യം കണ്ടത് ബേബി പിങ്ക് ആണ്. ഇത് കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലേസി ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിങ് ആണ്. ഇതിൻ്റെ അകത്ത് മെറൂൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇപ്പം മെറൂണിൻ്റെ അകത്ത് വൈറ്റ് ആണ് നടുക്ക് കൊടുത്തതെങ്കിൽ വൈറ്റിൻ്റെ അകത്ത് മെറൂൺ ആണ് നടുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോയ്ക്കകത്ത് ഗ്രേ ആണെങ്കിൽ ഗ്രേയിൻ്റെ അകത്ത് യെല്ലോ ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം ആണെങ്കിൽ അത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ 2 സ്റ്റാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ലേവ്സും ഫ്ലവേഴ്സൊക്കെ 6 സ്റ്റാൻഡ്സ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സെയിം കളർ ബ്ലൗസ് പീസ് ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വലിയതല്ല, ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് 2 ഡിസൈൻ അടുപ്പിച്ച് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുന്താണിയിൽ കണ്ട ഡിസൈൻ തന്നെ അടുപ്പിച്ച് 2 കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷനാണ്. വൈറ്റും യെല്ലോയും ഗ്രേയും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സാരിക്ക്. അതുപോലെ തന്നെ ഈ സെയിം ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ 4 വലിയ ഡിസൈനും ഒരു കുഞ്ഞു ഡിസൈനുമാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. അത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് പിങ്ക് ആണ്, ബേബി പിങ്ക് അല്ല. വീഡിയോയിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും കളറിനൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇത് ലൈറ്റ് പിങ്ക് ആയിട്ട് തോന്നും. ബേബി പിങ്ക് അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് പിങ്ക് ആണ്. ഇനി അടുത്തത് വന്നിട്ട് ഒരു ആഷ് കളർ സാരിയാണ്. ആഷ് അല്ലെങ്കിൽ പൗഡേർഡ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പീച്ച് ചെയ്തിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ബൂളിയൻ നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബൂളിയൻ നോട്ടും ഫ്രഞ്ച് നോട്ടും കൂടെ കൂടിയിട്ട് ഒരു ഡിസൈനിങ് ആണ്. പീച്ച് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രഞ്ച് നോട്ട്സും അതിൻ്റെ പുറമേ കൂടെ ലേസിയാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് സ്റ്റെംസ് തയ്ച്ചിരിക്കുന്ന ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡും കൊണ്ടാണ്. ലീവ്സ് 2 കളറും യൂസ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ഷെയ്ഡ് ഗ്രീനും ഒലീവ് ഗ്രീനും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ 2 പോർഷനിലും ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. മുന്താണിയുടെ ഇവിടെയും സെയിം ഡിസൈൻ തന്നെയാണ് മുന്താണിയുടെ 2 പോർഷനിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ വന്നപ്പോൾ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് 2 ഡിസൈൻ ഇതുവരെ നമ്മൾ മുന്താണിയിൽ കണ്ടുപോലത്തെ തന്നെ സെയിം 2 ഡിസൈനാണ് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനുമാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിലും ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഒരു സാരിക്ക് മാത്രമാണ് മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ വർക്ക് വരുന്നത്. ബാക്കി എല്ലാ സാരിക്കും മുന്താണിയുടെ കാണുന്ന പോർഷനിൽ മാത്രമാണ് വർക്കുള്ളൂ. ഇതിനകത്ത് 5 ഡിസൈനും 5 വലിയ ഡിസൈനും ഒരു കുഞ്ഞു ഡിസൈനും ആണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് 1800 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി വന്നിട്ട് അടുത്ത സാരി ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിൻ്റെ അകത്ത് നമ്മൾ ബൂളിയൻ നോട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ കുറച്ച് ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് വർക്ക് വരുന്നത്. യെല്ലോ ഷെയ്ഡിൻ്റെ ഡബിൾ ഷെയ്ഡ് യെല്ലോ ഉണ്ട്. ആ ഒരു ഡബിൾ ഷെയ്ഡ് യെല്ലോ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എൽ ഷേപ്പിൽ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ബുളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. 3 പെറ്റൽ ഫ്ലവർ ആണ് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലേസി തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്, കാണുന്ന സൈഡിൽ. പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിൽ ട്രയാങ്കിൾ ഷേപ്പിൽ 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 6 ഫ്ലവേഴ്സ് ഉള്ള ഒരു കുഞ്ഞു ട്രയാങ്കിളാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ ഇതുപോലെ. അപ്പോൾ 2 ട്രയാങ്കിളാണ്, കുഞ്ഞു ട്രയാങ്കിളാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലോട്ട് വരുമ്പം അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡിൽ നിന്ന് മേളിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിരിക്കുന്നത്.
ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിരിക്കുന്നത്. 4 അടുപ്പിച്ച് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു വലിയതാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. ഇത് എത്ര കുഞ്ഞിതായിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കാണാൻ ഒരു എടുപ്പുണ്ടാവില്ലാത്തതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും മുന്താണിയിലും സെയിം ആണ്. പക്ഷേ ഷോൾഡർ പ്ലീറ്റിൽ അത്രയും ഇല്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ചും കൂടെ വലുതായിട്ടാണ് ഈ ട്രയാങ്കിൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് യെല്ലോ ഡബിൾ ഷെയ്ഡ് ബ്ലൗസ് അങ്ങനെ ഉണ്ടെങ്കിൽ, പ്രിൻറ്റഡ് ബ്ലൗസസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ കുറച്ചും കൂടെ, എന്നിട്ട് ആക്സസറീസ് ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കും. ഒരു മുത്തുമാലയൊക്കെ യെല്ലോ കളർ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ ഇടാം. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക. ഇതിൻ്റെ റേറ്റ് 2150 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇതേ കളർ ഇപ്പം നമ്മൾ കണ്ട ബ്ലാക്ക് സാരിയുടെ സെയിം പാറ്റേൺ തന്നെ വേറൊരു ക്രീം കളർ സാരിയിൽ ചെയ്തതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ആ ക്രീം കളർ സാരിയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റെഡിൻ്റെ തന്നെ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. അപ്പോൾ റെഡും മെറൂണും എല്ലാം കൂടെ വരുന്ന ഒരു കളറാണ് സാരിയിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. മുന്താണിയിൽ ഇതുപോലെ തന്നെ റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാം റെഡ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് റെഡ് വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡ് റെഡ് വരുന്നുണ്ട്, പിന്നെ ഒരു മെറൂണും വരുന്നുണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത്, കളറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ കുഞ്ഞു ട്രയാങ്കിൾ 2 വരുന്നുണ്ട്. ഇതുപോലെ 2 അടുപ്പിച്ചല്ല, റണ്ണിങ് പോർഷനിൽ 2 വരുന്നുണ്ട് കുഞ്ഞു ട്രയാങ്കിൾ. അതിൻ്റെ അകത്ത് 6 ഫ്ലവേഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ നേരത്തെ കണ്ടുപോലെ 4 ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെ 4 ട്രയാങ്കിളാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ബ്ലാക്കിൽ കണ്ടോരെ തന്നെ ഒരു വലിയ പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഇതിൻ്റെ അകത്താണെങ്കിലും സെയിം കളർ ബ്ലൗസ് ഇടുന്നേക്കാളും എനിക്ക് എപ്പോഴും എൻ്റെ താല്പര്യം ഞാൻ പറയുകയാണ്, ഈ ഒരു മെറൂണോ റെഡോ ഇടുവാണെങ്കിൽ മെറൂൺ ആണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം. മെറൂൺ കളർ ഇട്ടാൽ കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് നിൽക്കും. അതേപോലെ പ്രായം അനുസരിച്ച് ചിലവർക്ക് കോൺട്രാസ്റ്റ് ഇടുന്ന താല്പര്യമില്ലെങ്കിൽ സെയിം കളർ തന്നെ ക്രീം ബ്ലൗസ് ആയാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റും ബ്ലാക്കിൻ്റെയും സെയിം തന്നെയാണ്. 2150 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്ന് കണ്ട എല്ലാ സാരിയും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.